ഇന്നത്തെ EVS ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്ലവേഴ്സുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോ ഇന്നത്തെ വൊക്കാബുലറിയിലേക്ക് കടക്കാം. ആദ്യത്തെ പദം ഫിഗർ. ഫിഗർ രൂപം അല്ലെങ്കിൽ ആകൃതി എന്നതാണ്. ക്രീച്ചർ ജീവികൾ, പ്ലക്ക് പറിക്കുക, ഡിഫറന്റ് പലതരം, അത് തന്നെയാണ് ടൈപ്പ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, ബെനഫിറ്റ്സ് ഗുണങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ, ബി തേനീച്ച. ഇന്നത്തെ GK ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത്, ദ ലങ്സ് ഓഫ് ദ എർത്ത് എന്ന് അറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. നമ്മുടെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ടോപ്പിക്, വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്? പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? നമുക്കറിയാം, പൂവ് നമ്മൾ ഡെക്കറേഷന് വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഡ് ഇൻ മെഡിസിൻ, മരുന്നുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് യൂസ്ഡ് ഇൻ വർഷിപ്പ്. സം ഫ്ലവേഴ്സ് ആർ എഡിബിൾ, കഴിക്കാൻ കഴിയുന്ന പുഷ്പങ്ങളുണ്ട്. ആരാധനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സുഗന്ധത്തിന് വേണ്ടി, അതായത് സെന്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. പൂവ് ഒരു ചെടിയുടെ റീപ്രൊഡക്ഷനെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, ഇറ്റ് അട്രാക്ട്സ് ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ്. ഇത് പോളിനേഷൻ നടക്കുന്നതിന് വേണ്ടി ചെറു ജീവജാലങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഫ്ലവേഴ്സ് ആവശ്യമാണ്. ഗീവ് നൈസ് സ്മെൽ, മേക്ക് പ്ലേസസ് ബ്യൂട്ടിഫുൾ, ഹെൽപ്പ് ഇൻ മേക്കിംഗ് ഹണി, യൂസ്ഡ് ടു എക്സ്പ്രസ് ഫീലിംഗ്. മരണത്തിനോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കോ വിവാഹത്തിനോ ഒക്കെ നമ്മൾ പൂക്കൾ വെച്ച് അലങ്കരിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ സന്തോഷം തുടങ്ങിയ പ്രധാനപ്പെട്ട സിറ്റുവേഷൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ക്രിയേറ്റീവായിട്ട്, ഇമോഷണൽ ആയിട്ടുള്ള ആൻസറുകളും ഉണ്ട്. അതിനോടൊപ്പം നമ്മുടെ EVSന്റെ ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഉപയോഗങ്ങളും ഉണ്ട്. ഇത് ആരൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, മനുഷ്യൻ, മൃഗങ്ങൾ, പക്ഷികൾ, ഇവരെല്ലാം എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? പുഷ്പങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇൻസെക്ട്സ്, പ്രാണികൾ കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. ബീസ്, ഇൻസെക്ട്സ്, ഫാർമേഴ്സ്. ഫാർമേഴ്സിൽ തന്നെ വരുന്നത്, നമ്മൾ ഈ പീപ്പിൾ എന്ന് പറയുന്നതിൽ കോമൺ ആയിട്ട് ഫാർമേഴ്സ്, ഡിവോട്ടീസ്, പെർഫ്യൂം മേക്കേഴ്സ്, കുക്സ് തുടങ്ങി വ്യത്യസ്തമായ മേഖലകളിലുള്ളവർ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെടികളെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ പൂക്കളെ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ആർ ഡിഫറെന്റ്. നമ്മുടെ പുസ്തകത്തിൽ വിവിധ തരത്തിലുള്ള പൂക്കളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പൂക്കളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. പേരുകൾ എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ പൂക്കളെല്ലാം ഒരുപോലെയാണോ? നോ, ദേ ആർ നോട്ട് ദ സെയിം. ദേ ആർ ഡിഫർ ഇൻ സ്മെൽ, കളർ, ഷേപ്പ്, സൈസ്, നമ്പർ ഓഫ് പെറ്റൽസ്. പെറ്റൽസ് എന്ന് വെച്ചാൽ ദളങ്ങൾ. നമ്പർ ഓഫ് പെറ്റൽസ്, സീസൺ ഓഫ് ബ്ലൂമിംഗ്, അവ പുഷ്പിക്കുന്ന കാലം, ലൈഫ് സ്പാൻ, അവയുടെ ജീവിതകാലമായിട്ട് അല്ലെങ്കിൽ എത്ര നാൾ നീണ്ടു നിൽക്കുന്നു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നീലക്കുറിഞ്ഞിയുടെ കാര്യം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ, ആ പുഷ്പം വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 മാസത്തോളം അത് നീണ്ടു നിൽക്കും, പൊഴിഞ്ഞു പോകാതെ. അതേപോലെ ആയിരിക്കും മുല്ല പൂക്കുന്നത് അല്ല, അത് പെട്ടെന്ന് വാടിപ്പോകും. മെഡിസിനൽ യൂസ് ഉണ്ട്. സം ഗ്രോ ഇൻ ബഞ്ചസ്, കൂട്ടമായിട്ട്. അപ്പം ചെത്തി, നമ്മൾ തെച്ചി എന്നൊക്കെ പറയുന്ന കൂട്ടമായിട്ട് വളരുന്നതാണ്. അതേസമയം റോസ് അത് സിംഗിൾ ആയിട്ട് വളരുന്നതാണ്. അങ്ങനെ ബഞ്ചസ് ആയിട്ട് വളരുന്നതുണ്ട്, സിംഗിൾ ആയിട്ട് വളരുന്നതുണ്ട്. ഹാബിറ്റാറ്റ്, വളരുന്ന ഹാബിറ്റാറ്റ് വ്യത്യസ്തമാണ്. മഴയുള്ള പ്രദേശങ്ങളിൽ വളരുന്നതുണ്ട്, ഡെസേർട്ടിൽ വളരുന്നതുണ്ട്, വെള്ളത്തിൽ വളരുന്നതുണ്ട്. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെയും ഘടന വ്യത്യസ്തമാണ്. ഈ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഈ ഭാഗത്തിലൂടെ പഠിക്കാനുള്ളത്. പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ ഇതെല്ലാമാണ്. ഇതിൽ സിന്നിയ അല്ലെങ്കിൽ സീനിയ എന്ന പേരിലുള്ള ഈ പുഷ്പം മാത്രമേ ഉള്ള ഒരു സംശയം വരുന്നത്. ബാക്കിയെല്ലാം വളരെ പരിചിതമാണ്. ഇത് 10 മണി പൂവാണ്. ആദ്യത്തേത് റോസാണ്. പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നോക്കുക.